നമ്മുടെ ഛത്തീസ്ഗഡിലെ 9 ദിവസത്തോളം ജയിലിലടച്ച 2 കന്യാസ്ത്രീകൾ അവരിന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് അവർ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോടുകൂടി സംശയമായിട്ട് ഉന്നയിക്കാമല്ലോ. സ്വാഭാവികമായിട്ട് നമുക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുള്ളൂ. വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായം, എനിക്കുള്ള അഭിപ്രായം. സഹോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ ഓഡിയോ ഉണ്ടോ എന്നുള്ളത് സുഭാഷ് അരിയടത്ത് സൗണ്ട് ഉണ്ട്. ഓക്കെ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ. രമേശ് KP ചൊവ്വ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സഹോ. ഹരി നായർ ഓഡിയോ ശരിയാണ്. അപ്പോ ഉന്നയിച്ച ഇതാണ്, വേട്ടക്കാരെ വെള്ളപൂശുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയോ എന്തിന്റെയോ ഭാഗമാകട്ടെ, നിങ്ങളെ അകാരണമായി വേട്ടയാടുകയാണ്. അതായത് ഒരു വിഭാഗക്കാർ വരുന്നു, നിങ്ങളെ നിയമപരമായിട്ടല്ല, നിയമവിരുദ്ധ പ്രവർത്തനമല്ല, നിങ്ങൾ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്ന അവരുടെ സമാനമായിട്ടുള്ള കാര്യം ആലോചിക്കും. അവിടെ ഒരു TTR നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കുന്നു, തെളിവുകൾ ചോദിക്കുന്നു. തെളിവുകൾ ചോദിച്ചിട്ട് മതിയായ തെളിവുകളില്ലെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘടന, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയെ ഇൻഫോം ചെയ്യുന്നു. അവർ വരുന്നു, ഭീകരമായിട്ടുള്ള ടോർച്ചറിങ്ങിന് ശേഷം നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി ചോദ്യം ചെയ്യുന്നു. അവരെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കുന്നു. അവരോടൊപ്പമുണ്ടായിരുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യുന്നു, അസഭ്യം പറയുന്നു. അങ്ങനെ പരമാവധി ദ്രോഹിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവത്തിൽ നിങ്ങളാണ് അത് നേരിടേണ്ടി വന്ന വ്യക്തികൾ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് അത് ചെയ്തവരോട്, അത് ചെയ്യിച്ചവരോട്, ആ ആശയത്തോട് എന്തായിരിക്കും മനോഭാവം? വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം നമ്മൾ ബാക്കിയുള്ള കാര്യമൊക്കെ, രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ജീവിതത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതിനോട് പിന്നീട് സമരസപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ ചേരാൻ പറ്റൂ, അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ? നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമവിരുദ്ധ പ്രവർത്തനം പോലെ അത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ അവർ ചെയ്ത പ്രവർത്തനം, അവർ ആഗ്രയിലേക്ക് ഈ പറയുന്ന സിസ്റ്റർമാരോടൊപ്പം വീട്ടുജോലിക്ക് പോയതാണ്. ജോലിയാ നമ്മൾ കൊടുക്കുന്നില്ല. ജോലിക്ക് ആരെങ്കിലും കൊടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മതപരിവർത്തനം എന്ന പേരിലൊക്കെ വേട്ടയാടപ്പെട്ട വ്യക്തികൾ, 9 ദിവസം കൊടും ക്രിമിനലുകളോടൊപ്പം ജയിലിൽ അടച്ചപ്പെട്ട വ്യക്തികൾ, അവർക്ക് ആ ദുരവസ്ഥ അനുഭവിച്ചിട്ടും അതിൽ യാതൊരു പ്രതിഷേധമോ യാതൊരു വിഷമമോ ആ പ്രവൃത്തിയോട് ഒരംശം വിയോജിപ്പില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് നിങ്ങളാണെങ്കിൽ പോലും എന്തൊക്കെയോ സംതിങ് വെന്റ് റോങ്. ആ വെന്റ് റോങ് ആണ് നമ്മുടെ നാട്ടിൽ ഭയപ്പെടുത്തുന്ന ഫാസിസം എന്ന് പറയേണ്ടി വരികയാണ്. അതായത് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇനി നേരിടാനിരിക്കുന്നത് ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ആ ഭീഷണി സ്വരത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ സ്വയം വെള്ളപൂശാൻ വേണ്ടി അവർ നിന്നുകൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരൊറ്റ സംവിധാനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് മറ്റ് ആരെയുടെയൊക്കെയോ തിട്ടൂരങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അതിന് അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഭയന്നാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാര്യം അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കേരളീയനായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് കൂടുതൽ പ്രതികരണശേഷി കൂടുതലാണ് ഈ രാജ്യത്ത്. കാര്യം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുണ്ട്, സംവിധാനങ്ങളെ കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യരുണ്ട്. അങ്ങനത്തെ മലയാളി ബജ്രംഗ് ദൾ എന്ന സംഘടന ചെയ്ത പ്രവൃത്തി, അത് ആ നാട്ടിൽ ഭരിക്കുന്ന BJP സർക്കാർ എൻഡോഴ്സ് ചെയ്തു കൊടുക്കുകയാണ്. അതിനെ പിന്തുണച്ചു കൊടുക്കുകയാണ്. ആ പിന്തുണച്ചു കൊടുത്തതിന് ശേഷം ഇവരെ പിടിച്ച് ജയിലിലടക്കുകയാണ്. ആ ജയിലിലടച്ച് ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് അവരെ NIA കോടതി വരെ എത്തിച്ചു. സാധാരണ കോടതിയിൽ നിന്ന് അത് തള്ളിച്ച് നേരെ NIA കോടതിയിൽ എത്തിച്ച് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ജാമ്യം കിട്ടുമത്രേ. എങ്ങനെ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്ന് ആ സംഘടനയെ തന്നെ നയിക്കുന്ന മറ്റൊരു വിഭാഗക്കാർ ഉറപ്പ് കൊടുക്കുകയാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം കിട്ടുകയാണ്. അപ്പോ അവർക്ക് വീണ്ടും അവരെ തന്നെ വിശ്വാസം വരികയാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ചിന്താശേഷിയുള്ള മനുഷ്യരില്ല എന്നൊക്കെ ഇവർ കരുതുകയാണ്. ഇതൊക്കെയാണോ സംഘപരിവാറുകാർ? കാര്യം ഞങ്ങൾ തന്നെ വേട്ടയാടും, ഞങ്ങൾ തന്നെ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു എന്ന് അഭിനയിക്കും. അതിനുശേഷം ഞങ്ങൾ വിശുദ്ധരാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കും. ഇത്
നിങ്ങൾക്ക് കേട്ടിട്ട് സിനിമയാണെന്നോ തോന്നുന്നുണ്ടോ? അല്ല, യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ യഥാർത്ഥ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് പലരും നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തന മേഖല എടുത്ത് ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർക്കാർക്കെങ്കിലും ഈ നാട്ടിൽ വന്ന് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നതിനോ അവരുടേതായിട്ടുള്ള മതാചാരങ്ങൾ നടത്തുന്നതിനോ ആരെങ്കിലും എതിർ നിൽക്കാറുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്? അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് സ്വാഭാവികമായി ചോദ്യം ചെയ്യും. പിന്നെ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്. ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ നാട്ടിലുള്ളവർ തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവർ യഥേഷ്ടം ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ സ്വൈര്യവിഹാരങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അവർ പോലും ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ കൈയോടെ പിടിക്കപ്പെടുന്നുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മറിച്ച് സംഭവിക്കാം. പക്ഷേ ഭൂരിപക്ഷം അങ്ങനെയല്ല. ഇവിടെ എല്ലാവരെയും ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യമാണല്ലോ അല്ലെ? പക്ഷേ ഛത്തീസ്ഗഡ് പോലുള്ള ഇടങ്ങളിൽ അവിടെ അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റില്ല. സ്വതന്ത്രമായി നിങ്ങൾക്കൊരു മതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയിൽ ഏർപ്പെടാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നിങ്ങൾക്ക് അത് ചെയ്തു ആരാണ്? BJP സർക്കാർ ഭരിക്കുന്നിടത്ത് മാത്രം സംഭവിക്കുന്നു. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ, ഇവിടെയും ഒരു സർക്കാരുണ്ട്. ഏതെങ്കിലും മത പുരോഹിതന്മാരെ വഴിനീളെ അടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? അവരുടെ മതവിശ്വാസത്തെ ഹനിക്കാൻ മറ്റാരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പിന്നീട് ചേർത്ത് നിർത്തും. പക്ഷേ നിങ്ങൾ ആരുടെ പാതയിലാണ്? യൂദാസന്മാരുടെ ഒപ്പം നിങ്ങൾ നിന്നുകൊണ്ട് ആ യൂദാസന്മാരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെള്ള പൂശാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ക്രിസ്തീയ പൗരോഹിത്യ വിഭാഗത്തിനിടയിൽ ചില സംഘപരിവാറുമായിട്ടുള്ള നീക്കുപോക്കുണ്ട് എന്ന് കൃത്യമായി സംശയിക്കേണ്ടി വരികയാണ്. കാര്യം ഈ നേരത്തെ ക്രിസ്ത്യൻ മിഷണറികൾക്ക് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചാരിറ്റി എന്ന ഫണ്ട്. അത് നമ്മുടെ നാട്ടിൽ എല്ലാത്തരം ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആതുരാലയങ്ങളല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മിശ്രിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ആശ്രമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ചാരിറ്റി ഫണ്ട് വരുന്നുണ്ട്. ചാരിറ്റി ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നികുതിയില്ല. എത്ര തുക വേണോ ആർക്കും കൊടുക്കാം. കാര്യം ഒരു ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഫണ്ടാണല്ലോ. ഈ ഫണ്ട് മോണിറ്ററിംഗ് ഇല്ലാത്ത ഫണ്ടാണ്. ഈ ഫണ്ട് നേരത്തെ ഈ മാതാ അമൃതാനന്ദമയിയുടെ ഫണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാവി വസ്ത്രം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി എങ്ങനെയാണ് ഒരു മനുഷ്യന് വന്ന് ചേരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഇഷ്ടംപോലെ കാശ് വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ പണത്തിന്റെയൊക്കെ സ്രോതസ് അന്വേഷിക്കാൻ ED ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷെ വാർത്തയാകത്തില്ല. ഇവർ തമ്മിൽ ലോക്കിട്ട് വെച്ചതിന് ശേഷം അവർ ഒരു അന്തർധാര ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ കൂടും കുടുക്കി അത്രയും ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. അതിപ്പോ യഥേഷ്ടം ചെയ്യാൻ പറ്റാത്ത രണ്ട് വിഭാഗക്കാർ ന്യൂനപക്ഷ വിഭാഗക്കാരാണ്, ക്രിസ്തീയ വിഭാഗക്കാരും മുസ്ലിം വിഭാഗക്കാരും. പക്ഷെ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്താകമാനം അവർക്ക് നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ അവർക്ക് കേരളത്തിൽ കൂടി അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻസിനെയും കൂടി ഒപ്പം നിർത്തണം. അതിനവർ ആദ്യം കൈവച്ചത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിലേക്കാണ്. ആ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിടിമുറുക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ലോഹയിട്ടതിനപ്പുറമുള്ള ബിസിനസ്സുകാരുണ്ട്. ആ ബിസിനസ്സുകാരായിട്ടുള്ള പല ഈ പുരോഹിതന്മാർക്കും ഇവരുടെ ആ മണിച്ചിത്രത്താഴ് പൂട്ടിൽ ലോക്കായി നിൽക്കേണ്ടി വന്നു. അവർ പറയുന്നതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങോട്ട് ചാടണ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടണ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ ഈ ലോഹയിട്ട പിതാക്കന്മാർ ഇങ്ങോട്ട് ചാടും. അതിന്റെ ഒരു നേർസാക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി ഇരുന്നതിന് ശേഷം കൊച്ചുരാമ അവരെ ഇവിടെ കൊണ്ടുവാ എന്ന് ആജ്ഞാപിക്കുമ്പോൾ പതിയെ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അവരോടുള്ള എന്തെങ്കിലുമുള്ള സഹാനുഭൂതിയോ അല്ലെങ്കിൽ അനുകമ്പയോ അവരോടുള്ള ആദരവ് കൊണ്ടാണോ, ചെയ്തു തന്ന സഹായങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഉപകാരങ്ങൾക്കുള്ള നന്ദി പ്രകടനമാണോ? ആ സിസ്റ്റർമാരുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ മതി, രക്തയോട്ടം നിന്നിട്ടുണ്ട്, സന്തോഷമില്ല. കാര്യം ഞങ്ങളെ രക്ഷിച്ചവർക്ക് നന്ദി പറയാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രസന്ന ഭാവം വരണം. പക്ഷെ ക്യാമറകൾക്ക് മുന്നിൽ അവർക്ക് ഒരു പ്രസന്ന ഭാവമില്ല. പക്ഷെ ഈ ഷൂട്ടിങ്ങിന് ഇരുന്നു കൊടുത്തേ മതിയാകുള്ളൂ. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഞങ്ങളുടെ ഒരു വിഭാഗക്കാർ ചെയ്ത കാര്യത്തെ ഞങ്ങൾ തന്നെ രക്ഷിച്ചു, അതായത് ജാമ്യം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ തന്നെ രക്ഷിച്ചു. ആര്? ഞങ്ങൾ തന്നെ പിടിച്ച് അകത്തിട്ടു, ഞങ്ങൾ തന്നെ അകത്തിട്ട് പീഡിപ്പിച്ചു, ഞങ്ങൾ തന്നെ കോടതി കയറ്റി, ഞങ്ങൾ തന്നെ ജാമ്യം കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തന്നെ രക്ഷകരാകുന്നു. ഞങ്ങൾ തന്നെ അവരുടെ മുന്നിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു എന്ന നിലയ്ക്ക് ക്യാമറ ഫോട്ടോഷൂട്ട് എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എത്ര വിചിത്രമായിട്ടുള്ള കാഴ്ച! ഇങ്ങനെ ചെയ്ത ഒരു പ്രവർത്തനം വെറുതെ നടന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ ഇഷ്ടപ്രകാരം ചെയ്തു എന്ന് കരുതുകയാണോ? അല്ല.
അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ലോക്കുകൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പല പിതാക്കന്മാരും കുടുങ്ങി നിൽക്കുകയാണ്. കൈയോടെ പിടിക്കപ്പെട്ട് ചട്ടിക്കകത്താകും, ജയിലിൽ പോകണോ എന്നുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ വേണ്ട വേണ്ട എന്നുള്ള ആവർത്തിച്ച് അവർ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമോ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആ ആംഗിളിൽ മാത്രമേ കേരളത്തിൽ നിന്ന് ഈ വിഷയത്തെ കാണാൻ പറ്റുള്ളൂ. ദ്രോഹിച്ചവനെ അടുത്തു പോയിരുന്ന് ഈ ക്യാമറ ഷൂട്ടും കേക്കും വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യ മനസ്സുള്ള ഒരു മനുഷ്യനും കഴിയാത്തൊരു കാര്യമാണ്. അത് ലോഹയിട്ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. ചില തരത്തിലുള്ള വലിയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ BJP-ക്കാരുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില പിതാക്കന്മാർ പോയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയേണ്ടി വരികയാണ്. നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. ഇത് കേരളം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? ആരാലും ഭയപ്പെടാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രീതിയിലുള്ള മതപ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇവർക്കിടയിൽ നിലനിൽക്കുന്ന ആ രഹസ്യ അജണ്ട എന്താണെന്ന് നാടിന് അറിയേണ്ടത്. അല്ലാതെ ഇത്രമാത്രം വേട്ടയാടിയ, ദ്രോഹിച്ച, പ്രായമേറിയ, രോഗാതുരരായിട്ടുള്ള 2 കന്യാസ്ത്രീകളെ ജയിലിൽ കൊണ്ട് അടച്ചവർക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയി ഇവർ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അവരാണ് രക്ഷിച്ചു എന്ന രീതിയിൽ നന്ദി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നാട് ചിന്തിക്കേണ്ടതുണ്ട്. പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ദൃശ്യം മാത്രമേ കാണുന്നുള്ളൂ. ഈ ക്യാമറ ഓഫ് ആയതിനു ശേഷമുള്ള പരസ്പരമുള്ള സംസാരത്തിന്റെ ഒരു ശൈലിയുണ്ട്, രീതിയുണ്ട്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ സഭാ അരമനകളിലേക്കൊക്കെ ചെന്ന് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്ത കാര്യവും ഇതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അനാവശ്യമായി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ വിവരമറിയും, നിങ്ങൾ പണി മേടിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഈ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടും തുടരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഈ ആക്രമണത്തിന് ഇരയായിട്ടും മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ പള്ളി ഉൾപ്പെടെ തകർത്തിട്ടും ഇവർക്ക് വേദന വരുന്നില്ല, ഇവർക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ശക്തമായിട്ടുള്ള നിലപാടുകൾ ചിലർ എടുക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് അതിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ കൈ പരിശുദ്ധമല്ല. അവർ യൂദാസിന്റെ പാതയിൽ സഞ്ചരിക്കുകയാണ്. മതത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, സ്വന്തം മതവിഭാഗത്തിലെ ജനങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് അവരുടേതായ താല്പര്യങ്ങൾ ചിലരുടെ മുന്നിൽ അടിയറവ് വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലത് എന്തൊക്കെയോ സംരക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ മറച്ചു വെക്കാനുണ്ട്. ആ യാഥാർത്ഥ്യമാണ് നാട് കാണേണ്ടത്, നാട് മനസ്സിലാക്കേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിൽ എങ്ങനെയാണ് സംഘപരിവാറുകാർ ഈ മത സംഘടനകളുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൈവശമുള്ള സ്വത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളത്, അതിന് ടാക്സ് അടയ്ക്കാത്ത, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഈ സ്വത്തിനെ നേരത്തെ ഒന്നും കടന്നു കയറാതെ ഇപ്പോൾ ED ഉപയോഗിച്ച് അവിടെയെല്ലാം കടന്നു കയറ്റി അതിനെ പിടിമുറുക്കി വെച്ചപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് നികുതി കാക്കുന്ന ഭൂതം പോലെ അടിമകളായിട്ട് ഈ പറയുന്ന സംഘപരിവാറുകാരുടെ മുന്നിൽ മുട്ടിലെഴേണ്ടി വന്നു. അതുകൊണ്ട് എത്രമാത്രം ഇനി ആ മതവിഭാഗത്തിലുള്ളവർ പീഡിപ്പിക്കപ്പെട്ടാലും ആക്രമിക്കപ്പെട്ടാലും ഇവർ ഇതുപോലുള്ള എന്തെങ്കിലും അങ്ങും തൊടാതെയും ഇങ്ങും തൊടാതെയുള്ള സ്റ്റേറ്റ്മെന്റിനപ്പുറം ശക്തമായിട്ടുള്ള പ്രതികരണം നടത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വേട്ടക്കാരെ ഈ മതത്തിന്റെ പുരോഹിതന്മാർ പോലും വെള്ളപൂശി കൊടുക്കുന്നത്, വേട്ടക്കാരെയൊക്കെ നമ്മുടെ മുന്നിൽ പവിത്രന്മാരായിട്ട് അവതരിപ്പിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഡൽഹിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയും ചില പുരോഹിതന്മാരുണ്ട്. ക്രിസ്തുവിനോട് എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ കാട്ടിയത് അതുപോലെ 2 കന്യാസ്ത്രീകളെ കുരിശിലേറ്റിയ സാഹചര്യമാണ് നമ്മൾക്ക് ഛത്തീസ്ഗഡിൽ കാണാൻ കഴിഞ്ഞത്. ആ കുരിശിലേറ്റിയവരെ ഇന്നിപ്പോ ഇവർ യൂദാസിനോട് നമ്മൾ പറയാം, യൂദാസിനെ കുറിച്ച് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. യൂദാസ് ഇങ്ങനെ ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ കുരിശിലേറ്റിയത്. ആ കുരിശിലേറ്റിയത് കൊണ്ടാണല്ലോ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണല്ലോ ഇന്നിപ്പോ നമ്മൾ ക്രിസ്തുമസ് എല്ലാം ആഘോഷിക്കുന്നത്, നമ്മൾ ഈസ്റ്റർ എല്ലാം ആഘോഷിക്കുന്നത്. അതുപോലെ യൂദാസ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തതുകൊണ്ട് യൂദാസ് ആരാണ്? അദ്ദേഹമാണ് നമുക്ക് ഇത്രയും വിശ്വാസങ്ങളും ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് കൂടുതൽ ആരാധന ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന, ശക്തി പ്രകടമാക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന യൂദാസിനെ നമ്മൾ ആരാധിക്കണ്ടേ എന്ന ആംഗിളിലാണ് ഇവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില ഇടയന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇടയന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതും സംശുദ്ധരാണെന്ന്. ഒരു ചുക്കുമല്ല. എല്ലാത്തിന്റെ കയ്യിലും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ,
ഇനി ഏത് വേഷം ധരിച്ചാൽ നമ്മൾ ഇതിടുന്നു, അവര് ലോഹ ഇടുന്നു, മറ്റുള്ളവർ തല കെട്ടുന്നു, മറ്റേ പൂണൂലിടുന്നു. പക്ഷേ മനസ്സ് അത് എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒരേപോലെയാണ്. നിങ്ങൾ കാണുന്ന മനുഷ്യർക്കിടയിലുള്ള മനസ്സുകൾ എന്താണോ അത് തന്നെയാണ് എല്ലാവരിലും നിക്ഷിപ്തം. അത് ഈ പറയുന്ന ലോഹ ഇട്ടവരായിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും പദവികളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഇവൻ ജഡ്ജിമാരാണെങ്കിൽ പോലും ഇത് തന്നെയാണ്. നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, നിങ്ങളുടെ വികാര വിചാരങ്ങൾ പോകുന്ന വഴികൾ തന്നെയാണ് അവരുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ, അത് എങ്ങനെയാണ് യുക്തിസഹമാകുന്നതാണോ അല്ലയോ എന്നൊക്കെ ഓരോ സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്നവർക്ക് മുന്നിൽ വളരെ അനുകമ്പീയമാണെന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ആ സംഭവം, അതിന്റെ പിന്നിലുള്ള ഗൂഢരഹസ്യങ്ങളാണ് നാട്ടുകാർ ചിന്തിച്ച് സുഭാഷ് അരിയാടത്ത് നെറ്റ്വർക്കിംഗ് പ്രശ്നം സമയം കളയുന്നില്ല. കൂടുതൽ എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കൂടെ അത് നെറ്റ്വർക്ക് സ്ലോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും ഈ രാത്രി കേട്ടിരുന്നവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റിയലി സോറി. സംഭവിച്ചത് നെറ്റ്വർക്കിന്റെ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്.